നമ്മുടെ വീട്ടിലെ വെണ്ട കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മുടെ വീട്ടിലെ ചെടിയാണ് നമ്മുടെ ഈ വെണ്ട. അതിൻ്റെ ഗുണങ്ങൾ കേട്ടാലോ? ഈ വെണ്ടയിൽ ധാരാളം നാരുക്കൾ, വിറ്റാമിനുകളായ എ, ബി, സി, ഇ, കെ എന്നിവയും ധാതുക്കളായ കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ വെണ്ട ഒരുപാട് ഐറ്റം ഉണ്ട്. നമ്മുടെ വീട്ടിൽ 2 തരം വെണ്ടയാണ് ഉള്ളത്. ഇതിൻ്റെ പേര് മരവെണ്ട എന്നാണ് പറയുന്നത്. മേള് വരെ പോയിട്ടുണ്ട്. കണ്ട, നല്ല ഹൈറ്റിലാണ് പോയേക്കുന്നത്. 1.5 വർഷം കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഫലം എടുക്കുന്നുണ്ട്. 4 വർഷം വരെ ഇത് നിൽക്കുമെന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാൻ നട്ടിട്ട് 1.5 വർഷം കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഫലം എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് കാണാനും ഭംഗിയാ, നമുക്ക് ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യാം. രാവിലെ ആകുമ്പോൾ ഇത് പൂത്തിരിക്കുന്നത് എന്ത് ഭംഗിയാ കാണാൻ. ചെടിയാകുമ്പോൾ നമുക്ക് പൂക്കൾ മാത്രമല്ലേ തരുത്തോളൂ. ഇത് പൂ ഒഴിഞ്ഞു പോയാലും നമുക്ക് ഇത് ഭക്ഷിക്കുകയും ചെയ്യാം. ഇത് മുരിങ്ങ, ചെടി മുരിങ്ങ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങ മുറിച്ചായിരുന്നു. അതിന് പകരം ഞാൻ ചെടി മുരിങ്ങ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇല ഉണ്ടോ? ഓരോ ഇലയ്ക്കും ഓരോ വെണ്ടയാണ് വരുന്നത്. ഇതിൻ്റെ അകലം കണ്ട, ഇത് സാധാ വെണ്ടയാണ്. ഇത് 3 മാസം വരെ നമുക്ക് ഇതിൻ്റെ ഫലം എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. ഇത് നമ്മുടെ വീട്ടിലെ ബുഷ് ഓറഞ്ച്. ആരെങ്കിലും 5-6 പേര് നമുക്ക് വീട്ടിൽ വിരുന്നുകാർ വന്നാൽ നമുക്ക് ഓടിപ്പോയി അത് പിച്ചിക്കൊണ്ട് വന്ന് വെള്ളം കൊടുക്കാം. അവർക്ക് നാരങ്ങ വാങ്ങിക്കാൻ കടയിൽ ഓടണ്ട. ഇതെപ്പോഴും കാണും ഈ ഓറഞ്ച്. ഇത് സപ്പോട്ട, ചിക്കു എന്ന് വിളിക്കും. ഇത് ചിലടത്ത് മിക്കവാറും ഇത് വവ്വാല് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇച്ചിരി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെക്കാതെ ഇച്ചിരി അങ്ങോട്ടാ ഇങ്ങോട്ടാ മൂലയിൽ മാറ്റി നടണം. ഇത് എപ്പോഴും കായ്ക്കും. ഇത് സീസൺ ഇല്ല. ഈ ബുഷ് ഓറഞ്ച് ഇതൊന്നും സീസൺ ഇല്ല, എപ്പോഴും കായ്ക്കും. അത് 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇച്ചിരി വളം ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊക്കെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വെള്ളം മാത്രം കുടിച്ച് കിടന്നാൽ എങ്ങനെ ഇരിക്കും? നമുക്കും ആഹാരം വേണ്ടേ? അതുകൊണ്ട് അതിനും വെള്ളം മാത്രം പോരാ, അതിന് വളവും കൂടി ഇട്ട് കൊടുക്കണം. ഇത് കോവയ്ക്ക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ഇടത്തായിട്ട് നട്ടിട്ടുണ്ട്. കോവയ്ക്ക ഒരിടത്ത് മുന്തിരിങ്ങയോടെ ഉണ്ട്. മുന്തിരി പിടിക്കുമ്പോൾ ഞാൻ ആ കോവയ്ക്ക മുറിച്ച് കളഞ്ഞിട്ട് അപ്പുറത്തോട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വേറെ കോവയ്ക്ക. ഇതൊക്കെ എപ്പോഴും കായ്ക്കുന്ന സാധനമാണ്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് നട്ട് പിടിപ്പിച്ച വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ അകലം കണ്ട, തൊട്ടടുത്താണ് അടുത്ത ഇല വരുന്നത്. ഓരോ ഇലയ്ക്കും ഓരോ വെണ്ടയാണ് പിടിക്കുന്നത്. ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് വേണം ഇത് പിച്ചാനിപ്പം. 1.5 വർഷം ആയതായത്. 4 വർഷം വരെ നിൽക്കുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാം.